ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ആദ്യ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ. തെരഞ്ഞെടുപ്പിലെ പരാജയം സമ്മതിക്കുന്നുവെന്നും ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. ബിജെപി വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. പാർട്ടിയിലെ മുൻനിര നേതാക്കളായ കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെ പരാജയപ്പെട്ടപ്പോൾ അതിഷി മർലേന മാത്രമാണ് വിജയിച്ചത്. അതേസമയം 27 വർഷങ്ങൾക്ക് ശേഷമാണ് ബിജെപി ദില്ലിയിൽ അധികാരത്തിലേക്ക് എത്തുന്നത്. അഴിമതി ആരോപണം ഒരു വശത്ത് ശക്തമാക്കി ആം ആദ്മി പാർട്ടിയെ വെല്ലുന്ന ജനപ്രിയ പദ്ധതികളാണ് ബിജെപി പ്രഖ്യാപിച്ചത്. 3 പ്രകടന പത്രികകളിലായി അടിസ്ഥാന വർഗത്തിന് മുതലിങ്ങോട്ട് ശ്രദ്ധ നൽകിയിരുന്നു. സ്ത്രീ വോട്ടർമാർ നിർണായക ശക്തിയായ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച 2100 രൂപ പ്രതിമാസ സഹായത്തെ 2500 രൂപയാക്കിയാണ് ബിജെപി അവതരിപ്പിച്ചത്. ബിജെപി വന്നാൽ നിലവിലെ ക്ഷേമ പദ്ധതികൾ നിർത്തലാക്കുമെന്ന പ്രചരണത്തെ മറികടക്കാൻ പദ്ധതികൾ നിലനിർത്തുമെന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.